ഹലോ, നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഇംഗ്ലീഷിലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ വെറുതെ സിമ്പിളായിട്ട് തള്ളിക്കളയുന്ന ഒരു വിഷയമാണിത്. അതാണ് ആർട്ടിക്കിൾസ്. വൺ ഓഫ് ദ പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന ഒരു ടോപ്പിക്കാണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആർട്ടിക്കിൾ എന്താണെന്ന് നമ്മൾ അറിയണം. ആർട്ടിക്കിളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ ഇംഗ്ലീഷിൽ 3 ആർട്ടിക്കിളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ദി, എ ആൻഡ് ആൻ. ഈ 3 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഓരോ പ്രത്യേകതകളായിട്ട് പറഞ്ഞു വരാം. അപ്പോൾ എ ആൻഡ് ദി ഈ 3 ആർട്ടിക്കിളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ദി ഇല്ലെങ്കിൽ ദ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊതുവെ ഒരു പെർട്ടിക്കുലർ നൗണിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് നൗണിൻ്റെയോ അടുത്താണ്. ഒരു പെർട്ടിക്കുലർ നൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? പല വാക്കുകൾ, ഇപ്പോൾ ഒരു ദ ടേബിൾ അല്ലേ, ദ ടേബിൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ദ ടേബിൾ, ഓക്കെ, അതൊരു ഒരു സ്പെസിഫിക് നെയിമാണ്. അതേസമയം ഒരു പെർട്ടിക്കുലർ നൗണാണ് അല്ലേ. ഒരു ഗ്രൂപ്പ് ഓഫ് നൗൺസിൻ്റെ ഒരു വാക്കായിട്ട് നമ്മൾ ടേബിൾ എന്ന് യൂസ് ചെയ്യും. അത് ഏത് ടേബിൾ വേണമെങ്കിലും ആവാം. അതുപോലെ തന്നെ ആൻ ഓർ എ എന്ന് പറയുന്നത് ഒരു വാക്കിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നോൺ സ്പെസിഫിക് ആവാം, സ്പെസിഫിക് ആവാം. ഓക്കെ, അപ്പോൾ ഇതിലെ എനെയും ആനെയും നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയും. എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമല്ലാത്ത, ഓക്കെ, ക്ലിയർ അല്ല എന്നുള്ള അർത്ഥമാണ്. നമുക്കതിനെ ഇന്നതാണെന്ന് ഗണ്ണിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. അത്തരത്തിന് നമ്മൾ ഇൻഡെഫിനിറ്റ് എന്നും അതുപോലെ തന്നെ ഡെഫിനിറ്റിക് ആർട്ടിക്കിളാണ് ദി എന്ന് പറയുന്നത്. ഓക്കെ, ദി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് സ്പെസിഫിക് ആയിട്ടുള്ള നൗണുകൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്റ്റാർസ്, നക്ഷത്രങ്ങൾ, ദി സ്റ്റാർസ്, ഓക്കെ, ദ സ്റ്റാർസ്. അതുപോലെ തന്നെ ദ ലയൺ, ദ സീ. ഇതിനൊക്കെ നമുക്ക് പറയാൻ പറ്റും. സ്പെസിഫിക് ആയിട്ട് എന്താണ് സീ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എയും ആനും വെച്ച് പറയുന്നതൊന്നും അത്ര സ്പെസിഫിക് ആവണമെന്ന് ഇല്ല. ഓക്കെ, അതാണ് ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻഡെഫിനിറ്റ്? എയും ആനും. ഇത് 2 ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, ഇത് 3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ എവിടേക്കാണ് ഇനി എയും ആനും ദയും യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ പൊതുവേ നമ്മൾ ഇതൊക്കെ നൗണിൻ്റെ മുമ്പിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നൗൺസിൻ്റെ മുമ്പിലാണ് യൂസ് ചെയ്യുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്ഥലങ്ങളുടെ പേരാവാം, വ്യക്തികളുടെ പേരാവാം, ഒരു വസ്തുവാവാം അല്ലേ. എ പേഴ്സൺ, തിങ് ഓർ എ പ്ലേ. ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ് എന്നാണ് നൗണിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക അല്ലേ. അപ്പം ഇത്തരം വാക്കുകളുടെ മുമ്പിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. അതിൽ തന്നെ നൗൺ തന്നെ പല ടൈപ്പ് ഉണ്ട് നമുക്കറിയാം. പ്രോപ്പർ നൗൺ ഉണ്ട്, കോമൺ നൗൺ ഉണ്ട് അല്ലേ. ഇങ്ങനെ പല കാറ്റഗറി ഓഫ് നൗൺ തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എയുടെ കാര്യങ്ങൾ പറയാം. എ എന്ന് പറയുന്നത് ഒരു കോൺസണൻറ്റഡ് സൗണ്ടാണ് എ കഴിഞ്ഞ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എ യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ എ ബോയ്, എ ബേർഡ്. ഓക്കെ, കോൺസണൻ്റ് സൗണ്ടിന് മുമ്പിലാണ് നമ്മൾ എ ചേർക്കുക. അപ്പം ആൻ എവിടെ ആയിരിക്കും ചേർക്കുന്നുണ്ടാവുക? വവൽ സൗണ്ടിൻ്റെ മുമ്പിലാണ് നമ്മൾ ആൻ ചേർക്കുക. ആൻ അംബ്രല്ല, ആൻ ആപ്പിൾ അല്ലേ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ സിംഗുലർ നൗൺ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? എ ബുക്ക്, എ സ്കൂൾ, എ ഡോഗ്. 1 എന്നുള്ളൊരു അർത്ഥവും കൂടി എ എന്നുള്ളൊരു വാക്കിന് വരുന്നുണ്ടെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ആദ്യം പറഞ്ഞു കോൺസണൻ്റ് സൗണ്ടിൻ്റെ മുമ്പിലാണ് വരിക. അതുപോലെ തന്നെ അതൊരു സിംഗുലർ നൗൺ ആണെങ്കിൽ അതിൻ്റെ മുമ്പിൽ എന്തായിരിക്കും വരിക? ഈ പറയുന്ന എ എന്നുള്ള ആർട്ടിക്കിൾ വരും. ഓക്കെ, അതുപോലെ തന്നെ ഈവൻ ബിഫോർ വവൽ ലെറ്റേഴ്സ് വിച്ച് ഡു നോട്ട് ഹാവ് വവൽ സൗണ്ട്. അതായത് വവൽ ഉണ്ട്, സ്പെല്ലിങ് നോക്കുമ്പോൾ അതിൽ വവൽ സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ യൂറോപ്പ് എന്ന് എഴുതുമ്പോൾ ഈ ആണ് ഫസ്റ്റ് എഴുതാം. ഓക്കെ, പക്ഷെ നമ്മളത് പറയുമ്പോൾ എന്തായിട്ട് മാറും? അത് യാ എന്നുള്ള സൗണ്ടായിട്ട് മാറും. യാ എന്ന് പറയുന്നത് നമ്മൾ കോൺസണൻ്റ് ആണ് അല്ലേ. ആ, ഈ, ഓ എന്നുള്ള ശബ്ദം അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കോൺസണൻ്റ് ആണ്. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ അതുപോലെയുള്ള വാക്കുകളുടെ മുമ്പിൽ നമ്മൾ എ എന്നുള്ള ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ യൂറോപ്പ്, യൂണിയൻ എന്നൊക്കെ കേൾക്കുമ്പോൾ യു, അതുപോലെ തന്നെ ഏന്ന് ശബ്ദം വരാറുണ്ട്, ഏന്ന് വരുന്ന വാക്കുകളുണ്ട്. അങ്ങനെ വരുമ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി, യൂണിഫോം,
₹1. ₹1. ഓക്കെ, ONE ആണ് സ്പെല്ലിംഗ് എങ്കിലും വണ്ണ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ വാന്നുള്ള കോൺസണന്റ് സൗണ്ടാണ് വരുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. Some words starts with a vowel letter but begin with a consonant sound, so we use a before these words too. മനസ്സിലായില്ലേ? അതായത് ചില വാക്കുകൾ നമ്മൾ സ്പെല്ലിംഗ് എഴുതിയ പോലെ ആയിരിക്കില്ല വായിക്കുന്നുണ്ടാവുക. അങ്ങനെ വായിക്കുമ്പോൾ കോൺസണൻ്റ് ആണ് വരുന്നതെങ്കിൽ, അതിലൊരു സിംഗുലർ നൗൺ ആണെങ്കിൽ, ഇല്ലെങ്കിൽ അതൊരു നൗൺ ആണെങ്കിൽ, കോൺസണൻ്റ് സൗണ്ട് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വി യൂസ് എ ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് എ കോൺസണന്റ്. അതിന് എക്സാമ്പിളാണ് എ ഗേൾ, എ ക്ലോക്ക്, എ ലാമ്പ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ആൻ്റെ കാര്യങ്ങൾ പറയാം. ആൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അപ്പോൾ കോൺസണന്റ് മുമ്പിലാണ് എ എങ്കിൽ ഏതിൻ്റെ മുമ്പിലായിരിക്കും ആൻ വരിക? എന്തായാലും അത് വവൽ സൗണ്ടിൻ്റെ മുമ്പിലായിരിക്കും. ഇവിടെ നല്ലൊരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? ആൻ ഇഡിയറ്റ്. ഇഡിയറ്റ് ഇല്ലേ? ഇഡിയറ്റ് എന്ന് പറയുമ്പോൾ ഈ എന്നുള്ള ശബ്ദമാണ്. അതുകൊണ്ട് ആൻ ഇഡിയറ്റ്, ആൻ ആപ്പിൾ, മനസ്സിലല്ലേ? ആൻ അംബ്രല തുടങ്ങിയ വാക്കുകൾ. അതുപോലെ തന്നെ ബിഫോർ എ വേർഡ് ബിഗിൻ വിത്ത് എ എച്ച് ബട്ട് നോട്ട് സൗണ്ടഡ്. ഇപ്പോൾ ഓണർ എന്നുള്ള വാക്ക് ഹോണർ എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിലും വായിക്കുമ്പോൾ അത് ഓണറിനായിട്ട് മാറും അല്ലേ? ഓണർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് റെസ്പെക്ട് എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻ അവർ, സമയം പറയുമ്പോഴും നമ്മൾ എന്ത് പറയും? അവർ എന്ന് പറയുമ്പോൾ ഹവർ എന്ന് നമ്മൾ പറയാറില്ല, അവർ എന്നാണ് പറയാം അല്ലേ? 1 hour 2 hour എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓ എന്നുള്ള ശബ്ദമാണ് എടുത്തു നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? ആൻ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. ആൻ എന്നുള്ള ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുക. അപ്പോൾ എവിടേക്കാണ് ആൻ യൂസ് ചെയ്യുക? വവൽ സൗണ്ടാണ് പ്രധാനമായിട്ടും. മാത്രമല്ല ചില വാക്കുകൾ നമ്മൾ സ്പെല്ലിങ് എഴുതുമ്പോൾ കോൺസണൻ്റ് ആണ് വരുന്നതെങ്കിലും ഉച്ചരിച്ച് നോക്കുക. അപ്പം നമുക്ക് ഏതാണോ കിട്ടുക അത് അനുസരിച്ച് നമ്മൾ ഇത് യൂസ് ചെയ്യുക, ആന് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു AEIO ഇതാണ് വവൽ സൗണ്ട്സ്. അപ്പം ഇതിൻ്റെ മുമ്പിൽ വരുമ്പോൾ എങ്ങനെയാണ് വരിക? ആൻ ഓറഞ്ച്, ആൻ അംബ്രല, ആൻ ഐ. ഓക്കെ, എന്നുള്ള ശബ്ദം വരുന്നുണ്ട്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദി അല്ലെങ്കിൽ ദ എന്ന് വായിക്കുന്ന THE എന്നുള്ള വാക്കാണ്. THE ഇല്ലേ? നമ്മളെല്ലായിടത്തും കാണാറുണ്ട്. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ പറയുന്ന ദി ഓർ ദ. അപ്പം ഏതൊക്കെ വാക്കുകൾ വരുമ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ യുണീക്കായിട്ടുള്ള ഒബ്ജക്റ്റുകൾ, യുണീക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യൻ യുണീക്കാണ്, ഒറ്റൊരെണ്ണേ ഉള്ളൂ. എർത്ത്, ഭൂമി ഒന്നേ ഉള്ളൂ അല്ലേ? സ്കൈ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. മൂൺ ഒന്നേ ഉള്ളൂ. ഇങ്ങനെ യുണീക്കായിട്ടുള്ള വസ്തുക്കളുടെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ പറയുന്ന ദ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ദി എന്നുള്ളത് യൂസ് ചെയ്യും. പിന്നെ വരുന്നത് നെയിംസ് ഓഫ് മൗണ്ടെയിൻസ്, റിവർ, ഓഷ്യൻ, ഡെസേർട്സ്. അതിപ്പോൾ വലിയ മലനിരകളായിക്കോട്ടെ, റിവേഴ്സ് ആയിക്കോട്ടെ, ഓഷ്യൻസ് ആയിക്കോട്ടെ, ഡെസേർട്ട് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ ദി ചേർക്കും, ദി ഓർ ദ ചേർക്കും. അതെങ്ങനെയാണ് ദി ദ വരുന്നത് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ യുണീക്ക് ഒബ്ജക്റ്റ് പറയുമ്പോൾ സണ്ണ്, സ്കൈ, മൂണ് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ മൗണ്ടെയിൻസ്, റിവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഗംഗാ റിവർ. അതുപോലെ തന്നെ പിന്നെ എന്താണ്? സഹാറ മരുഭൂമി, സഹാറ ഡെസേർട്ടാണ്. അതുപോലെ പസഫിക് ഓഷ്യൻ. എന്താണ് പസഫിക് ഓഷ്യൻ? ഒരുപാട് ഓഷ്യൻസ് ഉണ്ട്, പക്ഷെ അതിൽ പസഫിക് എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. മനസ്സിലായില്ലേ? ഇന്ത്യൻ ഓഷ്യൻ, ദി ഇന്ത്യൻ ഓഷ്യൻ എന്ന് നമുക്ക് പറയാം. അടുത്തത് ഹോളി ബുക്കുകൾ, പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളുണ്ടല്ലേ? ഇപ്പം ബൈബിൾ ആയിക്കോട്ടെ, ഖുറാൻ ആയിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, ഇതൊക്കെ രാമായണം, ഇതൊക്കെ എന്താണ്? ദി ചേർത്ത് പറയേണ്ട വാക്കുകളാണ്. അങ്ങനെയുള്ള ബുക്ക് നെയിംസ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ദ ഓർ ദി ചേർക്കണം. അടുത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോളസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ്, ദ സ്മാർട്ടസ്റ്റ്, ഏറ്റവും ഹൈ ക്വാളിറ്റി എന്താണ്? അത്രയും അതിൻ്റെ എന്താണ്? ഏറ്റവും അതിഗംഭീരം എന്ന് പറയുമ്പോൾ ദ ഫെൻറ്റാസ്റ്റിക് എന്ന് പറയാം നമുക്കില്ലേ? ദ ഫെൻറ്റാസ്റ്റിക് എന്നൊക്കെ പറയാം. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. മനസ്സിലായില്ലേ? അതിൻ്റെ മുമ്പിൽ നമുക്ക് ദ ഓർ ദി ചേർക്കാം. ദ ഫ്ലൂട്ട്, ദ വയലിൻ, ദ ഡ്രംസ്. ഓക്കെ, ഇങ്ങനെയുള്ള വാക്കുകളുടെ മുമ്പിലും നമ്മൾ ദി ചേർക്കും. അടുത്തത് ബിഫോർ ആൻ അഡ്ജക്റ്റ് ടു ഡിനോട്ട് എ ഹോൾ ക്ലാസ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യുന്ന ഒരു വാക്കിനെ നമുക്ക് എന്തായിട്ട് ചെയ്യാം? അതൊരു
അഡ്ജക്റ്റീവായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുമ്പിൽ എന്ത് ചേർക്കാമെന്നാണ് പറയുന്നത്? ഈ പറയുന്ന ദ ഓർ ദി ചേർക്കാം. അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ദ ഓൾഡ്, ദ റിച്ച്, ദ പുവർ. ഓക്കെ. നെക്സ്റ്റ് ഓർഡിനൽസ്. ഓർഡിനൽസ് എന്ന് പറയുമ്പോൾ നമ്പറുകളുടെ കാര്യത്തിലും ഇത് വരാം. ദ ഫസ്റ്റ് പൊസിഷൻ, ദ 9th പൊസിഷൻ, മനസ്സിലായി, ദ 5th പൊസിഷൻ തുടങ്ങിയ കാര്യങ്ങൾ. ഓഡ് നമ്പേഴ്സ്, ഓർഡിനൽസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അടുത്തത് പ്രോപ്പർ നെയിംസിൻ്റെ മുമ്പിൽ. പ്രോപ്പർ നെയിംസ് എങ്ങനെ വരുമ്പോഴാണ്? പ്ലൂറൽ ഓഫ് ദി പീപ്പിൾസ്, അതായത് നാഷണാലിറ്റി പറയുമ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദി യൂറോപ്യൻ, ദി യൂറോപ്യൻ. യൂറോപ്യൻസ് എന്ന് പറയുന്നതാണ് യൂറോപ്പിലെ ജനങ്ങളെ, അവർക്കെല്ലാം കൂടിയുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്, നാഷണാലിറ്റിയാണ്. അതുപോലത്തെ ദ ഇന്ത്യൻസ്, ഓക്കെ, ദ ശ്രീലങ്കൻസ് ഓർ ദി ദ ഡച്ച് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറയുന്ന ദ ഓർ ദി യൂസ് ചെയ്യാം. അടുത്തത് അബ്രീവിയേഷൻസ് ഇല്ലെങ്കിൽ അക്രോണിംസ് എന്ന് വിളിക്കുന്ന വാക്കുകൾ. ഫോർ എക്സാമ്പിൾ എന്താണ്? ദ USA, ദ യുണൈറ്റഡ് നേഷൻസ്, ദ നാസ, ദ യൂണിസെഫ് എന്നൊക്കെ പറയാം. മനസ്സിലായി? അതിൻ്റെ മുമ്പിലൊക്കെ നമുക്ക് എന്ത് ചേർക്കാം? ദ എന്നുള്ള ശബ്ദം ചേർക്കാം. ദ IMF, ദ WHO, ദ ISRO. ഓക്കെ, ഇതാണ് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, വി യൂസ് വെൻ വി നോ ദാറ്റ് ദർ ഇസ് ഓൺലി വൺ തിങ് ഇസ് കോൾഡ് യുണീക്ക് ഡിഗ്രി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം കൂടി, എപ്പോഴാണ് നമ്മൾ ദ യൂസ് ചെയ്യുക, എപ്പോഴാണ് നമ്മൾ ദി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദ യൂസ് ചെയ്യുന്നത് നമ്മൾ കോൺസണൻ്റെ മുമ്പിലാണെങ്കിലാണ്. അതുപോലെ ദി യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? വവൽ സൗണ്ടിൻ്റെ മുമ്പിലാണ്. ആനും എയും എങ്ങനെ യൂസ് ചെയ്യുന്നോ അതേപോലെ തന്നെ നമ്മളിവിടെ ദക്കും ചില ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. താങ്ക് യു.